ചോദിക്കാം സാറേ, എവിടെ നിന്നാണ് ഇയാൾ? അയാളുടെ വീട്ടിനടുത്തേക്ക് അയാൾ വരുമെന്ന് അറിയാം. അയാൾക്ക് വിശപ്പ് സഹിക്കില്ല, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ അവിടെ പോലീസുകാർ പിടിച്ചതാണ്. അവിടെ സ്ട്രൈക്കിംഗ് പാർട്ടി ഉണ്ടായിരുന്നു, CD പാർട്ടി പിടിച്ചതായിരുന്നു. അവശനായിരുന്നില്ല ആ സമയത്ത്. അത് അയാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പിടിച്ചതാണ്. അല്ല, അയാളുടെ വീട്ടിലേക്ക്. കീഴടങ്ങിയതല്ല അനിയ, ഞങ്ങൾ പിടിച്ചതാണ്. അയാൾ വരുന്ന വഴിക്ക് 3 ദിവസം 2 ദിവസമായി ഞങ്ങൾ അവിടെ കാവലല്ല. മലയാളികൾ മൊത്തം ഈ പ്രതിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഒന്ന് ഞങ്ങൾ SP സാർ വരുന്നുണ്ട്, അദ്ദേഹം വന്ന് കാണിച്ചു തരും. ഈ മെഡിക്കൽ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാണല്ലേ? അതെ, മെഡിക്കൽ പൂർത്തിയാക്കി കൊണ്ടുവന്നു. ആക്രമണം ഒന്നും ഉണ്ടായില്ല. അയാൾ കഴിഞ്ഞിട്ട് ശരി. അതെ, അയാളുടെ ചേട്ടനൊന്നും അല്ല, ഇയാളുടെ വീട്ടിലേക്ക്. ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അയാൾ വരാൻ വിളിച്ച് ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ വന്ന് പെട്ടു. മെഡിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്ത് ടീമുകൾ തിരയാൻ പോയവരെല്ലാം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. മാട്ടായി ഭാഗത്തുനിന്നല്ല, അയാളാണ് അതവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഇനി ചോദിക്കണം ഞങ്ങൾ. ഇപ്പോൾ നാളെ മീഡിയ ബ്രീഫിംഗ് ഒക്കെ SP സാർ ചെയ്യും കേട്ടോ. ഇല്ല, ചോദിക്കാൻ എവിടെ സമ്മതിക്കുന്നു? ഇന്നിപ്പോ ഈ പൊതുമുതൽ നശിപ്പിച്ചവനൊരു കേസെടുക്കും. അതിൽ കുറെ ജയിലായിരിക്കും. കേരളം ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പോലീസിൽ. ഒരാളുടെ പണിയും കളഞ്ഞില്ല. മേഡം, നിങ്ങളൊക്കെയാണ് ഇതിന് പ്രധാന കാരണക്കാരി. അത് ഞാൻ നിങ്ങൾ ആരെയും വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ആരെയും അറിയാം. ഞങ്ങൾ പ്രതിയുടെ സംസാരിച്ചിട്ടേ ഇല്ല. ഭക്ഷണം കഴിച്ചോ ചോദിച്ചു, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര ദിവസം എവിടെയാണെന്ന് ചോദിച്ചു, മലയിലായിരുന്നു പറഞ്ഞു. പിന്നെ ചോദിക്കാൻ പോകുന്നുള്ളൂ. അയാൾക്ക് വിഷം വാങ്ങിച്ചിട്ട് സ്ഥിതി അത്ര വഷളൊന്നുമില്ല. ആകെ 25 പേര് വെച്ച് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങളത് മാനേജ് ചെയ്തോളൂ. ഇത്ര തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷേ അയാൾ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതിന് പകരം അയാളുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ആൾറെഡി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പാടത്ത്. അവരാണ് പിടിച്ചത്. നമ്മുടെ പോലീസുകാർ. അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ല, വിശന്നിട്ട്. ഇപ്പോൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചരട് മാത്രം ഉണ്ടായില്ല. അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ലോക്കപ്പിലാക്കിയപ്പോൾ. നിങ്ങളെ മഹേന്ദ്ര സിംഗ് സസ്പെൻഷനിലായിട്ടൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ശരി.